മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സിറ്റൗട്ടിനറ്റത്തെ ഉരുളൻ തൂണിൽ കൈമുറുകെ ചുറ്റി ഗേറ്റിലേക്ക് നോക്കി അലീന നിൽപ്പ് തുടങ്ങിയിട്ട് കുറേ നേരമായി. അവളുടെ മുഖത്തെ മുറുക്കവും കണ്ണുകളിലെ ഉദ്വേഗവും കണ്ട് ടാനിയ ചോദിക്കുകയാണ്, എന്തിനാ അലീന ചേച്ചി ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? ചേച്ചിയെ കാണാൻ വേണ്ടി അല്ലല്ലോ അവർ വന്നത്, പപ്പയെ കാണാനല്ലേ? അലീന അതിനുത്തരമൊന്നും പറഞ്ഞില്ല. കുറെ കഴിഞ്ഞപ്പോൾ സ്റ്റാൻലിയുടെ ജീപ്പ് ചെറിയ കയറ്റം കയറി വരുന്നത് അവൾ കണ്ടു. ജീപ്പിലെ സീറ്റുകളിൽ അവളുടെ നോട്ടം പരതി. പപ്പ മാത്രമേ ഉള്ളൂ. ഒരു കാറ് പിന്നാലെ വരുന്നുണ്ടോ? ഇല്ല, പപ്പയുടെ വണ്ടി മാത്രമേ ഉള്ളൂ. ജീപ്പ് വന്ന് ഷെഡിൽ നിന്നു. സ്വിച്ച് കീയുമായി പപ്പ പുറത്തേക്കിറങ്ങി. സ്തോഭപൂർണമാണ് മുഖം. ആരെയും അയാൾ നോക്കുന്നില്ല. കൂടിക്കാഴ്ച നടന്നുവെന്ന് അലീന ഊഹിച്ചു. അലീനയെ കണ്ടെങ്കിലും കണ്ടെന്ന് ഭാവിക്കാതെ സ്റ്റാൻലി വീടിനുള്ളിലേക്ക് കയറിപ്പോയി. അലീന ഗേറ്റിന് നേർക്ക് വീണ്ടും നോക്കി. പിന്നെ സ്റ്റാൻലി പോയ പുറകെ അവൾ അകത്തേക്ക് കയറി. സ്റ്റാൻലിയുടെ വാതിക്കൽ ചെന്ന് അവൾ അകത്തേക്ക് നോക്കി. എന്തോ മറന്നുപോയത് ഓർത്തെടുക്കുവാൻ ശ്രമിക്കുന്നത് പോലെ പപ്പ മുറിയുടെ നടുവിൽ സ്തബ്ധനായി നിൽക്കുന്നത് കണ്ടു. അലീന മെല്ലെ വിളിച്ചു, പപ്പ. മയക്കത്തിൽ നിന്നും ഞെട്ടിയതുപോലെ അയാൾ പെട്ടെന്ന് മുഖം തിരിച്ച് അവളെ നോക്കി. അലീന അകത്തേക്ക് ചെന്നു. വിറയാർന്ന ശബ്ദത്തോടെ അവൾ ചോദിക്കുകയാണ്, പപ്പ കണ്ടായിരുന്നോ? സ്റ്റാൻലി തലയനക്കി. അമ്മ എന്തിനാ വന്നത്? ഒരു സംശയം ചോദിക്കാൻ. അലീനയുടെ ശ്വാസം നേർത്തു. ഇമയനക്കാതെ അവൾ പപ്പയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കുകയാണ്. സ്റ്റാൻലി വീണ്ടും പറയുകയാണ്, അവളുടെ മകൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കാനാണ് അവൾ വന്നത്. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന്. അലീനയുടെ പാദം മുതൽ നെറുക വരെ മിന്നൽ പിണർ പോലെ ഒരു തരിപ്പ് പാഞ്ഞു കയറി. സ്റ്റാൻലി പിന്നെയും പറയുകയാണ്, അലീനയാണോ എന്നവൾ എന്നോട് ചോദിച്ചു. അതെയെന്ന് ഞാൻ സമ്മതിച്ചു. പിന്നെ അവൾക്ക് സംസാരിക്കാനുള്ള ശക്തി ഉണ്ടായില്ല. സ്റ്റാൻലി അലീനയുടെ മുഖത്തേക്ക് നോക്കി. ജീവൻ നിശ്ചലമായതുപോലെ നിൽക്കുകയാണവൾ. കണ്ണിൽ വെള്ളം നിറയുന്നു. ചുണ്ടുകൾ വിറകൊള്ളുന്നു. പിന്നൊരൊറ്റ കരച്ചിലായിരുന്നു. സ്റ്റാൻലി ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ അവളുടെ നിയന്ത്രണം വിട്ടു. കുട്ടികൾ കരയുന്നത് പോലെ വാവിട്ടുള്ള കരച്ചിലായി മാറി. സ്റ്റാൻലി അവളുടെ തോളത്ത് കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് സോഫയിലേക്കിരുന്നു. അവളെ തൻ്റെ തോളത്തേക്ക് കിടത്തി ചുമലിൽ തഴുകി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവളുടെ മുഖം പിടിച്ചുയർത്തിയിട്ട് ചോദിക്കുക, നീ എന്തിനാണ് കരയുന്നത്? നിന്റെ ആഗ്രഹം പോലെ നടന്നില്ലേ? ഞാൻ തന്നെയാണ് അവളോട് പറഞ്ഞത് നീ അവളുടെ മകളാണെന്ന്. അലീന പിന്നെയും വിങ്ങിപ്പൊട്ടി. അവൾ പറയുകയാണ്, അമ്മ എന്നെ ഒന്ന് കാണാൻ വന്നില്ലല്ലോ പപ്പായെ. ഞാൻ അമ്മയുടെ മകളാണെന്ന് അറിഞ്ഞിട്ടും അമ്മ ഇവിടേക്ക് വന്നില്ലല്ലോ. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുകയാണ്, നീ എന്താ അലീന ഇങ്ങനെ കൊച്ചുകുട്ടിയെ പോലെ ആവുന്നത്? അവളുടെ ക്യാരക്ടർ നിനക്കറിഞ്ഞുകൂടെ? അവളുടെ വികാരങ്ങളാണ് അവളുടെ ജീവിതം. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. സ്നേഹിക്കുമ്പോൾ അതിൻ്റെ മുന്തിരിത്തോട്ടത്തിലാണവൾ. വെറുക്കുമ്പോൾ അതിൻ്റെ നരകത്തിൽ. ദുഃഖിക്കുമ്പോൾ ആഴമുള്ള പൊട്ടക്കിണറ്റിൽ തനിയെ. അത് കേട്ടുകൊണ്ട് വീണ്ടും തേങ്ങലോടെ അലീന പറയുകയാണ്, എനിക്ക് അമ്മയെ ഒന്ന് കാണാം. ആദ്യം അവളുടെ മനസ്സൊന്ന് നേരെയാവട്ടെ. ഇപ്പോൾ അവൾ ആകെ തകർന്നിരിക്കുകയാണ്. ഞാനത് കണ്ടു. നീ അവളുടെ മകളാണെന്നറിഞ്ഞ ശേഷം അവൾ 3/4 മണിക്കൂറോളം ഡോറടച്ച് കാറിനകത്ത് സ്റ്റിയറിങ്ങിൻ്റെ മീതെ കുഴഞ്ഞു കിടന്നു. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് വീണ്ടും കരച്ചിൽ പൊട്ടി. വാടക വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മുതൽ കൃഷ്ണജ സംശയത്തിലും ചിന്താക്കുഴപ്പത്തിലുമായിരുന്നു. പുതിയ തിരിച്ചറിവുകൾ അവളുടെ ചെറിയ മനസ്സിനെ വലുതായി ഉലച്ചിരുന്നു. ആരുടെയൊക്കെയോ നെഞ്ചു കീറി പിളർന്ന സത്യങ്ങൾ അവളുടെ മനസ്സാക്ഷിക്ക് മുൻപിൽ വിറങ്ങലിച്ചു കിടക്കുകയാണ്. രഹസ്യങ്ങളുടെ മറ നീങ്ങിക്കഴിഞ്ഞപ്പോൾ താൻ അനാഥയായതുപോലെ ആരൊക്കെയോ ചേർന്ന് തന്നെ ഇത്രയും കാലം കബളിപ്പിക്കുകയായിരുന്നു എന്നവൾക്ക് തോന്നി. അവൾ ചിന്തിക്കുകയാണ്, അച്ഛനും അമ്മയും ഇനിയും തൻ്റേതല്ല എന്നുകൂടി വരുമോ? വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം രോഹിത് നിരന്തരം ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് അവൾ കാണുന്നുണ്ടായിരുന്നു. ബബിതയ്ക്കും ഫോൺ കോൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്തതുപോലെയാണ് അവരുടെ പെരുമാറ്റമെന്ന് അവൾ സംശയിച്ചു. രോഹിയേട്ടനും ബബിതയും തമ്മിൽ ഒരു ചർച്ചയുമില്ല. ഇന്ന് കൊല്ലപ്പള്ളി വീട്ടിൽ വെച്ച് അച്ഛനിൽ നിന്ന് കേട്ടതും അറിഞ്ഞതുമായി ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളെക്കുറിച്ച് അവർ പരസ്പരം ഒന്നും പറയുന്നില്ല. തന്നോടും അതേപ്പറ്റി സംസാരിക്കുന്നില്ല. തങ്ങളുടെ 3 പേരുടെയും ജീവിതത്തെ അതിഭയങ്കരമായി ബാധിച്ചേക്കാവുന്ന ഈ വിഷയത്തെപ്പറ്റി തീർച്ചയായിട്ടും സംസാരിക്കേണ്ടതല്ലേ? ബബിതേച്ചിക്കും രോഹിയേട്ടനും ഇതേപ്പറ്റി മുൻപേ തന്നെ എന്തെങ്കിലും അറിയാമായിരുന്നോ? കൃഷ്ണജ സംശയിച്ചാണ് ബബിതയെ സമീപിച്ചത്. കൃഷ്ണജയെ കണ്ടതും ഞാൻ അങ്ങോട്ട് പിന്നെ വിളിച്ചോളാം മനുവേട്ട, ഇത് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു. അതെന്താ ബബിതേച്ചി എന്നെ കണ്ടപ്പോൾ കട്ട് ചെയ്തത്? കൃഷ്ണജ നീരസത്തിൽ ചോദിക്കുകയാണ്. ഒന്നുമില്ല, മനുവേട്ടനോട് ഞാൻ ചോദിക്കുകയായിരുന്നു അമ്മയെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോന്ന്. കൃഷ്ണജ ബബിതയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നിൽക്കുകയാണ്. നീ എന്താ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? അപ്പോൾ അവൾ ചോദിക്കുകയാണ്, ബബിതേച്ചി എന്നോട് സത്യം പറയുമോ? ബബിതയുടെ മുഖത്ത് പരിഭ്രമം പടർന്നു. എന്ത് സത്യം പറയാൻ? ബബിതേച്ചിക്ക് നേരത്തെ അറിയായിരുന്നില്ലേ സ്റ്റാൻലി പപ്പ ആഗ്രയിൽ വെച്ച് സ്നേഹിച്ചത് നമ്മുടെ അമ്മയായിരുന്നുവെന്ന്?
ആ ചോദ്യത്തിന്റെ മൂർച്ച വേണ്ടതിലധികമായിരുന്നു. കൃഷ്ണജയുടെ നിശ്ചിതമായ നോട്ടത്തിന്റെ മുൻപിൽ ബബിത പതറി. കുറേയധികം ചിന്തകൾ അവളുടെ മനസ്സിലൂടെ പാളി തിരിഞ്ഞുപോയി. കള്ളം പറയുന്നതിൽ ഇനി അർത്ഥമില്ല എന്നവൾക്ക് മനസ്സിലായി. ബബിത പറയുകയാണ്, അറിയാമായിരുന്നു. കൃഷ്ണജയുടെ മുഖത്തിനൊരു മുറുക്കം വന്നു. രോഹിയേട്ടനും മനുവേട്ടനും ഒക്കെ അറിയാമായിരുന്നു ഇല്ലേ? മോളെ, അത് നീ വിചാരിക്കുന്ന വേണ്ട. എനിക്ക് മനസ്സിലായി. എല്ലാവരും കൂടി എന്നെ മാത്രം വെറുമൊരു മണ്ടിയാക്കി കളഞ്ഞു. മനഃപൂർവ്വം അല്ലടി, ഒന്നും മനഃപൂർവ്വം അല്ല. നീ കൂടി ഇത് അറിയണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചവളാണ് ഞാൻ. നിന്നെ ഒളിച്ചിട്ട് എനിക്ക് എന്ത് നേടാനാ? എന്നാ പറ, അച്ഛൻ പറഞ്ഞതൊക്കെ സത്യമാണോ? അങ്ങനെ ഒരു കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ ഇപ്പോഴും? ബബിത ഒരു ദീർഘശ്വാസമെടുത്തു. ഇമയനക്കാതെ കൃഷ്ണജിയുടെ മുഖത്തേക്ക് അവൾ നോക്കി. എന്നിട്ട് ദൃഢസ്വരത്തിൽ പറയുകയാണ്, ഉണ്ട്. കൃഷ്ണജിയുടെ പുരികം ചുളിഞ്ഞു. ബബിതച്ചിക്ക് അറിയുമോ അതാരാണെന്ന്? അറിയാം. കൃഷ്ണജിയുടെ മിഴികൾ പിടയുകയാണ്. ആരാ ബബിതച്ചി അത്? ബബിത അവളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറയുകയാണ്, നിനക്കറിയാം മോളെ. കൃഷ്ണജിയുടെ നോട്ടം ബബിതയുടെ കണ്ണിൽ തറഞ്ഞു നിൽക്കുകയാണ്. വേറെ ആരുമല്ല, നമ്മുടെ അലീന ചേച്ചിയാണ്. കൃഷ്ണജിയുടെ മുഖത്തെ ഭാവപ്പകർച്ച വ്യക്തമായിരുന്നു. നടുങ്ങിയ മിഴികളിൽ അവിശ്വസനീയത കല്ലിച്ചു കിടന്നു. നിഷേധരൂപേണ അവൾ മുഖമനക്കി. ബബിത അവളുടെ കൈത്തണ്ട കയ്യിലെടുത്തുകൊണ്ട് പറയുകയാണ്, നിനക്ക് വിശ്വസിക്കുവാൻ കഴിയില്ല എന്നെനിക്കറിയാം. പക്ഷേ അതാണ് മോളെ സത്യം. കൃഷ്ണജ പിന്നെ ഒരക്ഷരം പോലും ഉരിയാടിയില്ല. തൻ്റെ കൈത്തണ്ടയിൽ നിന്നും ബബിതയുടെ കൈ വിടുവിച്ച് പെട്ടെന്ന് അവൾ തിരിഞ്ഞു നടന്നു. അവൾ തൻ്റെ മുറിയിലെത്തി. അമ്മയോടോ ബബിതയോടോ പിണങ്ങുമ്പോൾ അവൾ സ്ഥിരം ചെയ്യാറുള്ളതുപോലെ അലമാരയ്ക്കും മേശയ്ക്കുമിടയിലായി ചെന്ന് ഭിത്തിയിൽ ചാരി നിന്നു. ഒരു കരച്ചിൽ നെഞ്ചിനുള്ളിൽ നിന്നും അണപൊട്ടി വരുന്നുണ്ടായിരുന്നു. ഇടത് കൈകൊണ്ട് അവൾ വായമർത്തിപ്പിടിച്ചെങ്കിലും കണ്ണീർ കണങ്ങൾ അടർന്നു വീണുകൊണ്ടായിരുന്നു. ആ കണ്ണീർ നനവിലൂടെ അവൾ അലീനയെ കണ്ടു. സ്നേഹനികേതനത്തിൽ നിന്നും ആദ്യമായി കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അലീന ചേച്ചി തൻ്റെ വിരലുകളിൽ സ്പർശിച്ചത് അവൾ ഓർത്തു. കടപ്പാട്ടൂരെ വീടിൻ്റെ ഉൾത്തളങ്ങളിൽ നിന്ന് മോളെ എന്നുള്ള വാത്സല്യ നിർഭരമായ ആ വിളി അവൾ വീണ്ടും കേട്ടു. ഒരു കാപ്പി കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ച് കോട്ടുവായിട്ടിരിക്കുമ്പോൾ ഒരു കപ്പ് കാപ്പിയുമായി നീണ്ടുവരുന്ന സ്നേഹോഷ്മളമായ കരം, അമ്മയുടെ കണ്ണു വെട്ടിച്ച് പറഞ്ഞു തരുന്ന പാഠങ്ങൾ, മുടി ചീകി മിനുക്കി പൗഡറിട്ട് കണ്ണെഴുതി പൊട്ടും തൊട്ട് തന്നെ സ്കൂളിലേക്ക് അയക്കുന്ന ഒരു ശുഷ്കാന്തി. ഒരിക്കൽ ഹരിയേട്ടൻ മോശമായി തന്നോട് പെരുമാറിയപ്പോൾ ചീറ്റപ്പുലിയെപ്പോലെ ഹരിയേട്ടൻ്റെ നേരെ കത്തിജ്വലിച്ചത്. എല്ലാറ്റിൻ്റെയും അർത്ഥം ഇപ്പോഴാണ് അവൾക്ക് ആ കണ്ണീർ നനവിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ബബിത വന്നു നോക്കിയപ്പോൾ കൃഷ്ണജ അലമാരയ്ക്കും മേശയ്ക്കുമിടയിൽ ഇത്തിരി ഇരുട്ടിൽ നിന്നുകൊണ്ട് കരയുകയാണ്. അടുത്തു വന്ന് തോളത്തിരി കൈയും വെച്ച് ആശ്ലേഷിക്കുമ്പോൾ കൃഷ്ണജ കുതറി മാറി. വേണ്ട, എന്നെ തൊടണ്ട, എനിക്കിഷ്ടമല്ല, അവൾ കരഞ്ഞുകൊണ്ട് ചീറി. ബബിത അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ വീണ്ടും അവൾ പറയുകയാണ്, എന്നോട് മാത്രം ആരും പറഞ്ഞില്ലല്ലോ, ഞാനാരാ? വെറുമൊരു പൊട്ടി. ബബിത അവളെ ഇരു കൈയും നീട്ടി ആലിംഗനം ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ കലി കയറിയതുപോലെ ബബിതയെ മാന്തുകയും തള്ളി മാറ്റുകയും ചെയ്യുവാൻ അവൾ ശ്രമിച്ചു. ബബിത പിടിവിടാതെ അവളെ മുറുകെ കെട്ടിപ്പിടിക്കുകയാണ്. മോളെ, നീ എന്തിനടി കരയുന്നേ? സന്തോഷിക്കുകയല്ലടി വേണ്ടത്. നമുക്ക് അങ്ങനെ ഒരു ചേച്ചിയെ കിട്ടിയില്ലേ? അത്രയും കേട്ടപ്പോഴേക്കും ബബിതയുടെ തോളത്ത് മുഖം ചേർത്തുകൊണ്ട് അവൾ വിങ്ങിപ്പൊട്ടി കരഞ്ഞു. ബബിത വീണ്ടും ചോദിക്കുകയാണ്, അമ്മയുടെ കാര്യം നീ എന്താ ഓർക്കാത്തെ? അമ്മയ്ക്കിപ്പോഴും അറിയില്ല അലീന ചേച്ചി സ്വന്തം മോളാണെന്ന്. അമ്മ ആ സത്യം അറിയുമ്പോഴോ എന്തൊരു കഷ്ടമായിരിക്കും അത്. പതിയെ പതിയെ കൃഷ്ണജയുടെ തേങ്ങലുകൾ അടങ്ങി. വിദൂര സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന ബന്ധുക്കൾ മാത്രമേ മടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർ കൊല്ലപ്പള്ളിയിൽ തന്നെ തങ്ങി. രാമപുരത്തു നിന്നും തൊടുപുഴയിൽ നിന്നും പെരുമ്പാവൂരിൽ നിന്നും വന്നവർക്ക് സന്ധ്യ കഴിഞ്ഞിട്ട് തിരിച്ചു പോയാലും മതിയാവും. തിരുവനന്തപുരത്തു നിന്ന് വന്ന ശ്രീകുമാർ ഉച്ചയോടെ തിരികെ പോയി. വൈജയന്തി എവിടെ പോയി എന്നൊരു വിവരവും കിട്ടാത്തതിനാൽ ആശങ്കാഭരിതരായി കാത്തിരിക്കുകയാണ് ഓരോരുത്തരും. ഇടയ്ക്ക് ബന്ധുക്കൾക്കിടയിൽ ചർച്ചയും നടക്കുന്നുണ്ട്. വൈജയന്തി ആഗ്രയിൽ ജീവിച്ച കാലത്തെ സംഭവങ്ങളെക്കുറിച്ച് അറിയാനായിരുന്നു സ്ത്രീകൾക്ക് ഔത്സുഖ്യം. വൈജയന്തിക്ക് അങ്ങനെയൊരു സ്നേഹബന്ധമുണ്ടായിരുന്നുവെങ്കിൽ അത് നടത്തിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നതെന്ന് ചിലർ തർക്കിച്ചു. അവൾ ഗർഭിണിയായ അവസ്ഥ പരിഗണിക്കുമ്പോൾ പ്രത്യേകിച്ചും. വൈജയന്തി പ്രസവിച്ച കുട്ടി മരിച്ചെന്നവളെ തെറ്റിദ്ധരിപ്പിച്ചതും കുട്ടിയെ ഓർഫനേജിൽ കൊടുത്തതും തെറ്റായിപ്പോയി എന്ന് ഒരു കൂട്ടർ വാദിച്ചു. ആ കുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തണമെന്നും, അതല്ല കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി അതിപ്പോൾ കുത്തിപ്പൊക്കേണ്ട ആവശ്യമില്ലെന്നും രണ്ടഭിപ്രായം പൊന്തി വന്നു. ശിവശങ്കരമേനോനും ഗംഗാധരമേനോനും ഇതിലൊന്നും ഇടപെടാതെ മാറി നിൽക്കുകയാണ്. വൈജയന്തി എവിടെ പോയി എന്നത് മാത്രമായിരുന്നു അവരുടെ ആശങ്ക. ഒടുവിൽ സഹികെട്ട് ഗംഗാധരമേനോൻ അനുജനോട് പറയുകയാണ്, നീ അവരെയെല്ലാം എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞയക്കാൻ നോക്ക്, മനുഷ്യനൊരു സ്വൈര്യം വേണ്ടേ? ശിവശങ്കരമേനോൻ കോണിപ്പടി ഇറങ്ങി താഴെ ഹാളിൽ വന്നു. അവിടെ ഉണ്ടായിരുന്നവരോട് പറയുകയാണ്, ബാലചന്ദ്രൻ വിളിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടന്നത്. അയാളുടെ പാട്ടിന് പോയി. ഇനിയിപ്പോൾ ആരോടും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല.
വെറുതെ ഇവിടെ ഇരുന്ന് ഒച്ച വെച്ചിട്ട് കാര്യമില്ലല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. പെട്ടെന്ന് ശ്രീധരമേനോൻ പറയുകയാണ്, ചോദിക്കാനുണ്ട്. ജയന്തിയുടെ കുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്ന് ബാലചന്ദ്രമേനോൻ പറഞ്ഞല്ലോ. അതാരാണെന്നും എവിടെയാണെന്നും അറിയണം. അതൊരു പെൺകുഞ്ഞല്ലേ? അതിനും ചില അവകാശങ്ങൾ കിട്ടാനില്ലേ? ഉടനെ ശിവശങ്കരമേനോൻ മറുപടിയായി പറയുകയാണ്, ജയന്തിയുടെ കുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്ന് ബാലചന്ദ്രനല്ലേ പറഞ്ഞത്? ഇവിടെ ആർക്കും അങ്ങനെ ഒരു കുട്ടി ഉള്ളതായിട്ട് അറിയില്ല. ആ കുട്ടി മരിച്ചുപോയി എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നിങ്ങളോട് ആരാണ് പറഞ്ഞത് ആ കുട്ടി മരിച്ചുപോയെന്ന്? രാവുണ്ണിയമ്മാവൻ. അത് സത്യമാവണമെന്നില്ലല്ലോ. പെട്ടെന്ന് ഗോപിനാഥമേനോൻ പറയുകയാണ്, അതുമാത്രവുമല്ല, ബാലചന്ദ്രനോട് നിങ്ങൾ ചെയ്തത് ശരിയായ നടപടിയല്ല. ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വലിയ ചതി തന്നെയല്ലായിരുന്നോ നിങ്ങൾ കാണിച്ചത്? ശിവശങ്കരമേനോന് വല്ലാത്ത നീരസമായി. അയാളുടെ മുഖഭാവം മാറി. അയാൾ പറയുകയാണ്, 25 കൊല്ലം മുമ്പ് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഇനി ആരും വിസ്തരിക്കുകയും വിധിക്കുകയും ഒന്നും വേണ്ട. ഈ സമയത്ത് ഒരു ബൈക്ക് വന്ന് മുറ്റത്ത് നിന്നു. മനുശങ്കർ ഹെൽമറ്റ് അഴിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് ഹാളിലേക്ക് കയറി വരികയാണ്. അത് കണ്ടുകൊണ്ട് ശിവശങ്കരമേനോൻ ചോദിക്കുകയാണ്, എന്തെങ്കിലും വിവരം കിട്ടിയോടാ? വൈജയന്തിയെ അന്വേഷിച്ച് കിടങ്ങൂരുള്ളൊരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയിട്ട് വരികയായിരുന്നു മനുശങ്കർ. മനു പറയുകയാണ്, അച്ഛാ, ജയന്തി ആൻറ്റി കുളത്തുപുഴ ചെന്നിരുന്നുവെന്ന് അലീന ഇപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു. ശിവശങ്കരമേനോൻ ഒന്ന് ഞെട്ടി. കുളത്തുപുഴയോ? ആ അതെ, സ്റ്റാൻലി അങ്കിളിനെ കാണാൻ. കൂടുതൽ ചോദിക്കുന്നത് കുഴപ്പമാണെന്ന് മനസ്സിലാക്കിയ ശിവശങ്കരമേനോൻ ബന്ധുജനങ്ങളോടായി പറയുകയാണ്, ജയന്തിയുടെ കാര്യത്തിൽ ഇനി ആർക്കും ഒരു ഉത്കണ്ഠയും വേണ്ട. അവളിങ്ങ് തിരിച്ചു വന്നോളൂ. അപ്പോൾ വീണ്ടും ശ്രീധരമേനോൻ ചോദിക്കുകയാണ്, അവളെന്തിനാ കുളത്തുപുഴയ്ക്ക് പോയത്? അതും ആരോടും പറയാതെ? സ്റ്റാൻലിയെ കാണാനാണെന്ന് പറഞ്ഞല്ലോ. അവൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടാവും. ശിവശങ്കരമേനോൻ ഒഴുക്കം മട്ടിൽ പറഞ്ഞു വിടുകയാണ്. ഉടനെ മനുശങ്കർ ശബ്ദമുയർത്തി ചോദിക്കുകയാണ്, ഇനി ആരെ തൃപ്തിപ്പെടുത്താനാച്ചാ ഈ സത്യം മറച്ചു വെക്കുന്നത്? ജയന്തി ആൻറ്റി അറിയാനുള്ളത് അറിഞ്ഞു കഴിഞ്ഞു. മകന്റെ മൂർച്ചയുള്ള നോട്ടത്തെ നേരിടാനാവാതെ കുനിഞ്ഞ ശിരസോടെ ശിവശങ്കരമേനോൻ ചോദിക്കുകയാണ്, എന്തറിഞ്ഞു നട നീ പറയുന്നത്? അച്ഛനും അങ്കിളും മുത്തശ്ശനും ഒക്കെ കൂടി കഴിഞ്ഞ് 24 വർഷമായി ഒളിച്ചു വെച്ച രഹസ്യം അത് സ്റ്റാൻലി അങ്കിൾ തന്നെ ആൻറ്റിയോട് നേരിട്ട് പറഞ്ഞു. ആൻറ്റിയുടെ മകൾ എവിടെയുണ്ടെന്നും അതാരാണെന്നും പറഞ്ഞു. ഗോപിനാഥമേനോൻ ജിജ്ഞാസയോടെ ചോദിക്കുകയാണ്, എവിടെയുണ്ട്? ആരാണ് ആ കുട്ടി? അതിന് മറുപടിയായി മനുശങ്കർ പറയുകയാണ്, അച്ഛനറിയാം, ഗംഗാധരൻ അങ്കിളിനും അറിയാം. അച്ഛൻ തന്നെ പറയട്ടെ, അതാണ് ന്യായം. എല്ലാ കണ്ണുകളും ശിവശങ്കരമേനോനിൽ വന്ന് തറച്ചു. ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടതുപോലെ അയാൾ പതറിപ്പോയി. അത് കണ്ടുകൊണ്ട് മനു വീണ്ടും പറയുകയാണ്, അച്ഛൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും. ഉടനെ ശ്രീധരമേനോൻ സൗമ്യമായി ചോദിക്കുകയാണ്, ആരാ ശിവശങ്കര? ഇനിയെങ്കിലും ഉള്ളു തുറന്നൊന്ന് പറ, അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാമല്ലോ. ശിവശങ്കരമേനോൻ അങ്ങിങ്ങ് പതറി നോക്കി. എന്നിട്ട് ശബ്ദം താഴ്ത്തി പറയുകയാണ്, അലീന. തുടർന്ന് അയാൾ ആർക്കും മുഖം കൊടുക്കാതെ തൻ്റെ മുറിയിലേക്ക് തിരിഞ്ഞൊരു നടപ്പായിരുന്നു. കമലയടക്കം അവിടെ കൂടിയിരുന്ന സകലരും ഞെട്ടിത്തരിച്ചു നിന്നുപോയി. ഏതൊരു പെൺകുട്ടിയെയാണോ വൈജയന്തി തൻ്റെ ശത്രുവായി കണ്ട് ഏറ്റവും അധികം വെറുത്തത്, അതേ പെൺകുട്ടി അവളുടെ മകൾ. ഏതൊരു പെൺകുട്ടിയുമായി ബാലചന്ദ്രമേനോന് അവിഹിത ബന്ധമുണ്ടെന്ന് സ്ഥാപിച്ചുകൊണ്ടാണോ വൈജയന്തി ഫാമിലി കോർട്ടിൽ വിവാഹമോചനത്തിന് കേസ് കൊടുത്തത്, അതേ പെൺകുട്ടിയുടെ അമ്മയാണവൾ. കമല പതുക്കെ മുഖം തിരിച്ചു മറ്റുള്ളവരെ നോക്കി. ഇതാരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ല, ആർക്കുമില്ല വിശ്വാസം. ഇത് സത്യമായിരിക്കില്ല. അപ്പോൾ മനുശങ്കർ പറയുകയാണ്, നമ്മളൊക്കെ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണമ്മേ അലീന ഇവിടെ വന്നത്. കടപ്പാട്ടൂർ താമസിച്ചപ്പോഴും അവൾക്കറിയാമായിരുന്നു സ്വന്തം അമ്മയും കൂടപ്പുറപ്പുകളുമാണിതൊക്കെ എന്ന്. അലീന ആരാണെന്ന് ഏറ്റവും ആദ്യം തിരിച്ചറിഞ്ഞത് ബാലചന്ദ്രൻ അങ്കിൾ തന്നെയാണ്. 1 വർഷം കഴിഞ്ഞിരിക്കുന്നു അങ്കിൾ ആ സത്യം തിരിച്ചറിഞ്ഞിട്ട്. അതിനുശേഷം ഞാൻ അറിഞ്ഞു, പിന്നെ രോഹിത്, അത് കഴിഞ്ഞ് ബബിത, ഒടുവിൽ അച്ഛൻ ഗംഗാധരൻ അങ്കിൾ. ആരും മിണ്ടുന്നില്ല. മനുശങ്കർ ഇത്രയും കൂടി പറഞ്ഞു, പക്ഷേ ജനിച്ച അന്നു മുതൽ 23 വർഷക്കാലം കഴക്കൂട്ടത്തെ സ്നേഹനികേതനം എന്ന ഓർഫനേജിൽ അവൾ ജീവിച്ചത് നമ്മളെക്കുറിച്ച് അറിയാതെയായിരുന്നു. മനുശങ്കർ ആളുകളെ കടന്നു പോകുന്നതിനിടയിൽ തൻ്റെ അനുജന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവൻ അന്താളിച്ചു നിൽക്കുകയായിരുന്നു. മനുശങ്കർ നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകൾ താണു, മുഖം വിവർണമായി. അവൻ പെട്ടെന്ന് മനുശങ്കറിൻ്റെ മുമ്പിൽ നിന്നും മാറിപ്പോയി. പക്ഷേ തൻ്റെ മനസാക്ഷിയുടെ കണ്ണിൽ നിന്നും ഒളിച്ചോടുവാൻ അവന് കഴിഞ്ഞില്ല. താൻ നിൽക്കുന്നിടത്തെല്ലാം അതിശക്തമായൊരു പ്രകാശം പതിയുന്നുണ്ടെന്ന് അവന് തോന്നി. സ്വന്തം നഗ്നത മറയ്ക്കുവാൻ വെമ്പുന്ന കുട്ടിയെപ്പോലെ അവൻ ചൂളി. കേവലം ഒരു ദാസിയായി അലീനായി തറവാട്ടിൽ വന്നതും താൻ അവളെ പ്രലോഭിപ്പിച്ചു വശംവതയാക്കുവാൻ വിപുല ശ്രമം നടത്തിയതും അവൻ ഓർത്തു. കടപ്പാട്ടൂർ വീട്ടിൽ വെച്ചും താൻ അവളോട് മോശമായി പെരുമാറിയിട്ടുണ്ട്. അവളുടെ ബാഗിൽ മോതിരം ഒളിപ്പിച്ചു വെച്ച് കള്ളക്കഥയുണ്ടാക്കിയതും രോഹിത്തിനെ കൂട്ടുപിടിച്ച് ജ്യൂസിൽ മയക്കുപൊടി ചേർത്ത് കൊടുത്ത് മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചതുമെല്ലാം അവൻ്റെ ഓർമ്മയിൽ മിന്നൽ പിണരുകളായി മാറി. ഇല്ല, ഒളിക്കാൻ ഇത്തിരി ഇരുട്ടുപോലും എവിടെയുമില്ല. തുടർന്ന് കാണുന്നത് മനുശങ്കറുമായി ഫോണിൽ സംസാരിക്കുന്ന ബബിതയാണ്.
ഇടയ്ക്ക് ഒരു കോൾ കയറി വരുന്നത് കണ്ടുകൊണ്ട് അവൾ പെട്ടെന്ന് പറയുകയാണ്, മനുവേട്ടാ, അലീന ചേച്ചി വിളിക്കുന്നു, ഞാൻ ഫോൺ ഒന്ന് അറ്റൻഡ് ചെയ്തോട്ടെ, അവിടെ കട്ട് ചെയ്യണേ. അടുത്ത നിമിഷം കോൾ മുറിഞ്ഞു. ഫോൺ ഒരു തവണ റിങ് ചെയ്തതും അവൾ പെട്ടെന്ന് കോൾ എടുത്തു. ഹലോ അലീന ചേച്ചി. മോളെ, അമ്മ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി, മനുവേട്ടൻ ഇപ്പോൾ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു അത്. അലീന വീണ്ടും പറയുകയാണ്, അവിടുന്ന് പോരുമ്പോഴേ അമ്മയ്ക്ക് സംശയമുണ്ടായിരുന്നു, എനിക്ക് ഉറപ്പാ. എന്നിട്ടും ഇവിടെ വന്നപ്പം അമ്മ എന്നോട് മിണ്ടിയില്ല. അലീനയുടെ സ്വരത്തിൽ കണ്ണുനീരിൻ്റെ നനവുണ്ടെന്ന് ബബിതയ്ക്ക് മനസ്സിലായി. ഞാൻ ഓടിച്ചെന്നപ്പോഴേക്കും അമ്മ കാറിൽ കയറി പോയി കളഞ്ഞു. സാരയില്ലെന്നേ, പപ്പയോട് ചോദിക്കാൻ വേണ്ടി പോയതല്ലേ. പപ്പയോട് ചോദിക്കാതെ എങ്ങനെയാ അമ്മയ്ക്കൊരു ഉറപ്പ് കിട്ടുന്നത്? ബബിത ചോദിക്കുകയാണ്. അല്ല മോളെ, അത് കഴിഞ്ഞിട്ടും അമ്മയൊന്നും വന്നില്ല. അയ്യേ, ഈ അലീന ചേച്ചിയുടെ ഒരു കാര്യം, അമ്മ ചേച്ചിയുടെ അടുത്ത് വരും, സംശയം വേണ്ട, ഉടൻ തന്നെ വരും. മറുവശത്ത് ഒരു നനഞ്ഞ ദീർഘനിശ്വാസം ബബിത കേട്ടു. ചേച്ചിക്ക് ഒരു വിശേഷം കേൾക്കണോ? ബബിത പറയുകയാണ്. അവസാനം മനുവേട്ടൻ കൊല്ലപ്പള്ളിയിൽ ബോംബ് പൊട്ടിച്ചു. അമ്മ കുളത്തുപുഴയ്ക്ക് വന്നിരുന്നെന്നും സ്റ്റാൻലി പപ്പയുമായി സംസാരിച്ചുവെന്നും പറഞ്ഞു. ബാക്കി ഞാൻ പറയണ്ടല്ലോ. കൊല്ലപ്പള്ളി വീട്ടിലിപ്പോൾ അലീന ചേച്ചിയാണ് താരം. അവിടെയുള്ളവരുടെ ഞെട്ടലിപ്പോഴും മാറിയിട്ടില്ല. അലീന അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, മോളെ, കൃഷ്ണമോൾ അറിഞ്ഞോ? ആ അറിഞ്ഞു, അവളോട് പറയേണ്ടി വന്നു. എന്തൊരു കരച്ചിലായിരുന്നറിയോ പാവം. അവളെ ആരും ഒന്നും അറിയിച്ചില്ല. അവളെ പൊട്ടിയാക്കി പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നു ബഹളം. നീ അവൾക്ക് ഫോണൊന്ന് കൊടുക്കാമോ? ബബിത അവളുടെ മുറിയിലേക്ക് ചെന്ന് ഫോൺ കയ്യിൽ കൊടുത്തു. ഉടനെ കൃഷ്ണച്ച ചോദിക്കുകയാണ്, ആരാ? നീ സംസാരിക്ക്. ബബിത ആംഗ്യം കാട്ടിക്കൊണ്ട് പറയുകയാണ്. കൃഷ്ണച്ച ഫോൺ കാതോട് ചേർത്ത് ഹലോ പറഞ്ഞു. മറുതലയ്ക്കൽ നിന്നും മോളെ എന്നുള്ള വിളി. വിളി കേട്ടപ്പോൾ തന്നെ കൃഷ്ണച്ചയ്ക്ക് മനസ്സിലായി. ഒരു മാത്രയ്ക്കുള്ളിൽ അവളുടെ കണ്ണിൽ നീർ നിറഞ്ഞ് തുളുമ്പിച്ചാടി. രണ്ടാമതൊന്നുകൂടി അലീന മോളയെന്ന് വിളിച്ചപ്പോഴേക്കും അവൾ പൊട്ടിക്കരഞ്ഞുപോയി. ബബിത പതിയെ മുറിയിൽ നിന്നും പിൻവാങ്ങി. അലീന പറയുകയാണ്, കരയല്ലടാ ചക്കരെ. അലീനയുടെ ശബ്ദവും കണ്ണുനീരിൽ കുതിർന്നു. നിന്നെ ഞാൻ പറ്റിച്ചതൊന്നും അല്ല കേട്ടോ. ഞാൻ ആദ്യം കടപ്പാട്ടൂർ വന്നപ്പോൾ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊരു തുണ. ആ വീട്ടിൽ എനിക്ക് ആദ്യമായിട്ട് ഇത്തിരി സ്നേഹം തന്നത് എൻ്റെ മോളല്ലേ. നമ്മൾ തമ്മിലല്ലായിരുന്നോ ഏറ്റവും വലിയ കൂട്ട്? തേങ്ങലിൽ ഇടമുറിഞ്ഞിടമുറിഞ്ഞാണ് അലീനയുടെ ശബ്ദം വന്നത്. അത് കേൾക്കെ കൃഷ്ണജ പിന്നെയും വിങ്ങിപ്പൊട്ടി. ഇതുവരെ മറച്ചു വെച്ചത് സ്നേഹമില്ലാഞ്ഞിട്ടല്ല കേട്ടോ. അങ്ങനെ വേണ്ടി വന്നു. രോഹിത്തിനോട് പറഞ്ഞത് ഞാനല്ല, അച്ഛനാണ്. പിന്നെ ബബിത, അവളോട് പറയേണ്ടി വന്ന സാഹചര്യം ഞാൻ പിന്നീട് എന്നെങ്കിലും മോളോട് പറയാം. കൃഷ്ണജ അപ്പോൾ വിതുമ്പിക്കൊണ്ട് പറയുകയാണ്, അലീന ചേച്ചി ഇങ്ങോട്ടൊന്ന് വരുമോ? എനിക്കൊന്ന് കാണണം. ഞാൻ വരുവടാ, നാളെ തന്നെ വരും. എനിക്ക് നിന്നെ കാണണം. അത് കേട്ടുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു. കൃഷ്ണജ കണ്ണുനീർ തുടച്ചു. അവളുടെ ഹൃദയം വിങ്ങിക്കൊണ്ടായിരുന്നു, പക്ഷേ മനസ്സ് നിറഞ്ഞു തുളുമ്പി. സന്ധ്യ കഴിഞ്ഞതോടെ കൊല്ലപ്പള്ളി കൈതക്കൽ തറവാട്ടിൽ നിന്നും അതിഥികളുടെ സാന്നിധ്യം നിശേഷമൊഴിഞ്ഞുപോയി. രാജീവ് മേനോനും ഭാര്യയും അതിഥികളല്ല എങ്കിൽ പോലും അവരും മല്ലപ്പള്ളിയിലേക്ക് കാറ് കയറി. ഇനി അവിടെ സ്ഥിരതാമസക്കാരല്ലാത്തവരിൽ ഗംഗാധര മേനോനും മാലതിയും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ അതിഥികളുടെ ഗണത്തിൽപ്പെടുന്നവരുമല്ല. ഇനി എന്ത് എന്ന് ശിവശങ്കര മേനോൻ അറിഞ്ഞുകൂടാത്തതിനാൽ ജ്യേഷ്ഠന്റെ സഹായവും പിന്തുണയും അയാൾക്ക് കൂടിയേ കഴിയുമായിരുന്നുള്ളൂ. പൊട്ടിത്തെറിച്ചകന്നുപോയതുപോലെ അവരുടെ മുൻപിൽ 3 ചിഹ്നഗ്രഹങ്ങൾ നിൽപ്പുണ്ട്. 1 വൈജയന്തി, 2 ബാലചന്ദ്രമേനോൻ, 3 അവരുടെ മക്കൾ. ഇതെല്ലാം കൂടി ഇനിയും എങ്ങനെ കൂട്ടിയോജിപ്പിക്കുമെന്ന് ഗംഗാധര മേനോന്റെ കുശാഗ്ര ബുദ്ധിക്കും അറിയില്ല. വൈജയന്തി മക്കളുടെ അടുത്ത് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ കൊല്ലപ്പള്ളി വീട്ടിലുള്ളവർ കാത്തിരിക്കുകയാണ്. മനുശങ്കർ അലീനയെ വിളിച്ചപ്പോൾ അറിഞ്ഞത് സ്റ്റാൻലിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഏകദേശം 6 മണിയോടുകൂടി വൈജയന്തി കുളത്തുപുഴയിൽ നിന്നും തിരിച്ചു പോന്നു എന്നായിരുന്നു. അത് കേട്ടപ്പോൾ ശിവശങ്കര മേനോൻ ആരോടൊന്നില്ലാതെ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ 9 മണിയെങ്കിലും ആകും തിരികെ എത്തുവാൻ. മനുശങ്കർ 8 മണിയോടെ വൈജയന്തിയുടെ വാടക വീട്ടിലേക്ക് പോയി. അമ്മ തിരിച്ചു വരാത്തതിൽ വിഷണ്ണരായിരിക്കുകയായിരുന്നു രോഹിത്തും ബബിതയും കൃഷ്ണജയും. ബബിത അപ്പോൾ പറയുകയാണ്, അലീന ചേച്ചി ഇപ്പോഴും വിളിച്ചതേ ഉള്ളൂ, അമ്മ എത്തിയില്ലേ എന്ന് ചോദിച്ച്. കുളത്തുപുഴയെന്ന് ഇവിടെ വരെ ഡ്രൈവ് ചെയ്തു വരണ്ടേ, 3-4 മണിക്കൂർ എടുക്കും. മനുശങ്കർ അവരെ സാന്ത്വനിപ്പിക്കുവാൻ ശ്രമിച്ചു. ബാർ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിൽ നിന്നും ഇറങ്ങുമ്പോൾ ബാലചന്ദ്രമേനോന്റെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റിലെ എല്ലാ മേശകളും കുടിയന്മാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. ബാലചന്ദ്രമേനോൻ മണിക്കൂറുകളോളം സ്വസ്ഥമായിരുന്നു മദ്യപിച്ച കോർണറിലെ മേശയിലും അപരിചിതരായ പങ്കാളികൾ എത്തിച്ചേർന്നതോടെ ആ ടേബിൾ ഉപേക്ഷിച്ചിറങ്ങുവാൻ നിർബന്ധിതനായി തീരുകയായിരുന്നു. രാത്രിയായതൊന്നും അതുവരെ അയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നേയില്ല. ഹോട്ടലിനുള്ളിലെ AC-യിൽ നിന്നും ഇറങ്ങിയപ്പോൾ തലയുടെ ഭാരം ഇരട്ടിച്ചു. തലയ്ക്കകത്തും ഇരുട്ട്, പുറത്തും ഇരുട്ട്. കാറിനുള്ളിൽ കയറി എങ്ങോട്ട് പോകണമെന്നറിയാതെ അയാൾ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. എങ്ങോട്ടും പോകാനില്ല. താമസിക്കുന്ന ഹോട്ടലിലെ റൂമിലേക്ക് തിരിച്ചു പോകുവാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. ബാലചന്ദ്രമേനോൻ എന്ന മനുഷ്യജീവി
ഇന്നത്തോടെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു എന്ന് അയാൾക്ക് തോന്നി. ഇന്ന് കാലത്ത് 10 മണി വരെ അയാൾക്ക് ജീവിച്ചിരിക്കുവാൻ ഒരു കാരണമുണ്ടായിരുന്നു. ഇനി വേണമെങ്കിൽ അത് അവസാനിപ്പിക്കാം. ലോകത്തിന്റെ മുൻപിൽ ഒരു പരിഹാസപാത്രമായി കുറെ കാലം കൂടി ജീവിച്ചിരുന്നിട്ട് ഒന്നും നേടാനില്ല. പരിചയമുള്ള ഒരു മുഖം പോലും ഇനി കാണാനിടയാവരുത്. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചെന്ന പോലെ അയാൾ കാറിൽ കയറി മുൻപോട്ട് ഓടിച്ചുപോയി. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.